Which of the following national missions come under the National Action Plan for Climate Change? ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നാഷണൽ മിഷൻസ് കം അണ്ടർ ദി നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്? നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിൽ വരുന്ന നാഷണൽ മിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻസിനകത്തുള്ളത് നാഷണൽ സോളാർ മിഷൻ, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. ഇങ്ങനെ 5 മിഷൻസ് ആണ് ഓപ്ഷൻസിലുള്ളത്. സോ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഏതൊക്കെ മിഷൻസ് ആണ് NAPCCയുടെ ഭാഗമായിട്ട് വരുന്നത്? ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് നാഷണൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, നാഷണൽ ആക്ഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഓർ NAPCC എന്നുള്ള NAPCC ഓർ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓർ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. NAPCC എന്ന് പറയുന്നത് എൻവിറോൺമെന്റ് എന്ന് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന പേപ്പർ 1ന്റെ മൊഡ്യൂളിനകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഏരിയയാണ് NAPCC എന്ന് പറയുന്നത് ഓർ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഓർ NAPCC എന്ന് പറയുന്നത് 8 കോർ നാഷണൽ മിഷൻസ് എയിംഡ് അറ്റ് അഡ്രസ്സിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ത്രൂ അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷനും മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള പ്രതിഭാസം ഇല്ലാണ്ടാക്കാം എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിനെ, ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു 8 മിഷനാണ്. ഓർത്തിരിക്കുക, 8 കോർ നാഷണൽ മിഷൻസ് ആണ് അതിനകത്തുള്ളത്. ഈ മിഷൻസിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്, ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പ്രതിഭാസത്തിനെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, അതിനെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷനും അതുപോലെ തന്നെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസും യൂസ് ചെയ്തിട്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള പ്രോബ്ലത്തിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു 8 മിഷൻസ് ഉൾപ്പെടുന്ന ഒരു പ്ലാനാണ് NAPCC എന്ന് പറയുന്നത്. NAPCC ഓർ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള എഫക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു 8 പ്ലാൻ ഉൾപ്പെടുന്ന ഒരു മിഷനാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2008ലാണ്. 2008 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് NAPCC എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കുക, 2008 എന്നുള്ള വർഷമാണ് ഈ ഒരു NAPCC ഓർ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള സ്കീം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് മിഷൻസ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ NAPCCയുടെ മിഷൻസ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഓൾറെഡി പറഞ്ഞു 8 മിഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത്. അതിൽ ആദ്യത്തെ ഒരു മിഷനാണ് നാഷണൽ സോളാർ മിഷൻ. നാഷണൽ സോളാർ മിഷൻ. സോളാർ എനർജി ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ സോളാർ എനർജിയുടെ കൺസപ്ഷൻ കൂട്ടാൻ പറ്റും, എങ്ങനെ സോളാറിലേക്ക് നോർമൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്രോളിയം പ്രോഡക്ട്സ് നമുക്ക് എങ്ങനെ സോളാറിലേക്ക് മൂവ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മിഷനാണ് നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു മിഷൻ. ദെൻ നെക്സ്റ്റ് വൺ ആണ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി. എനർജി എഫിഷ്യൻസി എങ്ങനെയാണ്, മാക്സിമം എനർജിയുടെ യൂട്ടിലൈസേഷൻ എങ്ങനെ നടത്താം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള മിഷനാണ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി എന്നുള്ളത്. ഇതാണ് അടുത്തൊരു മിഷനായിട്ട് പറയുന്നത്. അടുത്തൊരു മിഷൻ എന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. തേർഡ് മിഷനായിട്ട് പറയുന്നതാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്നുള്ള ഈ ഒരു മിഷനാണ് തേർഡ് മിഷൻ എന്നുള്ളത്. ഫോർത്ത് മിഷനാണ് നാഷണൽ വാട്ടർ മിഷൻ എന്നുള്ളത്. വാട്ടറിന്റെ കൺസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, വാട്ടറിന്റെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന മിഷനാണ് നാഷണൽ വാട്ടർ മിഷൻ എന്ന് പറയുന്ന ഫോർത്ത് മിഷൻ എന്നുള്ളത്. ഫിഫ്ത്ത് ഒരു മിഷനായിട്ട് പറയുന്നതാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദി ഹിമാലയൻ എക്കോസിസ്റ്റം. ഹിമാലയൻ എക്കോസിസ്റ്റത്തിന് അറിയാലോ ഏതാണ് ഹിമാലയൻ റീജിയൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഹിമാലയൻ മൗണ്ടൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. ഈ ഹിമാലയൻ എക്കോസിസ്റ്റത്തിനെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്ന അതിനു വേണ്ടിയിട്ടുള്ള മിഷനാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റെയിനിങ് ദി ഹിമാലയൻ എക്കോസിസ്റ്റം എന്നുള്ള ഈ ഒരു മിഷൻ. അടുത്തൊരു മിഷനാണ് നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ.
ഗ്രീൻ ഇന്ത്യ എന്നുള്ള ടേമുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ ഇന്ത്യ എന്നുള്ള ടേമിന് വളരെ കോമൺ ആയിട്ടുള്ള ടേമാണ് ഗ്രീൻ ഇന്ത്യ എന്നുള്ളത്. സോ ഈ ഒരു ഗ്രീൻ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മിഷനാണ് നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ എന്നുള്ളത്. ഇതാണ് അടുത്തൊരു മിഷൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അറിയാലേ, അഗ്രികൾച്ചറിന് ഇന്ത്യൻ എക്കോണമിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള കൺട്രിയിലെ അഗ്രികൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. സോ ഈ ഒരു അഗ്രികൾച്ചർ സസ്റ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ ജനറേഷനിലേക്കും ഈ ഒരു അഗ്രികൾച്ചർ പാസ് ഓൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള മിഷനാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ള ഈ ഒരു മിഷൻ. ഇതാണ് NAPCCയുടെ ഭാഗമായിട്ട് വരുന്ന അടുത്തൊരു മിഷൻ. ലാസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളേജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളേജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ലാസ്റ്റ് മിഷൻ. ഈ ഒരു മിഷൻ ഡിസ്കസ് ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള എഫക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളേജ് എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരും ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള പ്രതിഭാസത്തെക്കുറിച്ച് അവെയർ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്, പ്രോഗ്രാമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മിഷനാണ് നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളേജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള. ഇതാണ് NAPCCയുടെ ഭാഗമായിട്ട് വരുന്ന 8 മിഷൻസ്. ഒന്നുകൂടി പറയാണ്, 8 മിഷൻസിൽ വരുന്നത് ആദ്യത്തെ ഒരു മിഷൻ നാഷണൽ സോളാർ മിഷൻ എന്നുള്ളതാണ്. ദെൻ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, ദെൻ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, ദെൻ നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദി ഹിമാലയൻ എക്കോസിസ്റ്റം, then national mission for a green India, then national mission for sustainable agriculture, then national mission for strategic knowledge on climate change എന്നുള്ളതാണ്. ഇതാണ് NAPCCയുടെ ഭാഗമായിട്ട് വരുന്ന 8 മിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നാഷണൽ മിഷൻസ് കംസ് അണ്ടർ ദി നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്? NAPCCയുടെ ഭാഗമായിട്ട് വരുന്ന നാഷണൽ മിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഇനി എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ NAPCC എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്? എന്തായിരിക്കും ആൻസർ? യെസ്, 4th ആണ് ആൻസർ എന്ന് പറയുന്നത്. 4th ഓപ്ഷൻ ആണ് ആൻസർ എന്നുള്ളത്. 4th ഓപ്ഷൻ പറയുന്നത് എന്തൊക്കെയാണ്? നാഷണൽ സോളാർ മിഷൻ എന്നുള്ളത്. നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? NAPCCയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു മിഷനാണ് നാഷണൽ സോളാർ മിഷൻ എന്നുള്ളത്. ദെൻ നാഷണൽ വാട്ടർ മിഷൻ എന്നുള്ളതാണ് അടുത്തൊരു മിഷനായിട്ട് പറയുന്നത്, നാഷണൽ വാട്ടർ മിഷൻ എന്നുള്ളത്. ദെൻ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ള ഒരു മിഷൻ. ദെൻ നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. ഇങ്ങനെയുള്ള ഈ 4 മിഷൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ NAPCCയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മിഷൻസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 8 മിഷൻസ് ആണ് NAPCCയിലുള്ളത്. അതിൽ ഉൾപ്പെടുന്ന മിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി കോർ നാഷണൽ മിഷൻസ് ആർ ദർ ഇൻ ദി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ച് NAPCC ആയിട്ട് ബന്ധപ്പെട്ട് എത്ര മിഷൻ ഉണ്ട് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ഡിസംബർ 2024 എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര മിഷൻ ഉണ്ട് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എത്ര മിഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് NAPCCയുടെ ഭാഗമായിട്ട്? യെസ്, 8 മിഷൻസ്. 8 മിഷനാണ്. 8 മിഷനാണ് ടോട്ടലി NAPCCയുടെ ഭാഗമായിട്ടുള്ളത്. ഏതൊക്കെ മിഷനാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് ഞാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നാഷണൽ മിഷൻസ് ഓഫ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്? NAPCCയുടെ ഭാഗമായിട്ട് വരുന്ന നാഷണൽ മിഷൻസ് ഏതൊക്കെ എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതും ഡിസംബർ 2024 പേപ്പർ 1 വന്നിട്ടുള്ള എൻവിറോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസിലുള്ളത് നാഷണൽ ഓസോൺ മിഷൻ, നാഷണൽ സോളാർ മിഷൻ, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ എയർ മിഷൻ ആൻഡ് നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ എന്നുള്ള 5 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഏതൊക്കെയാണ് NAPCCയുടെ ഭാഗമായിട്ട് വരുന്ന നാഷണൽ മിഷൻസ്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? യെസ്, ഓപ്ഷൻ തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തൊക്കെ മിഷനാണുള്ളത്? നാഷണൽ സോളാർ മിഷൻ, ദെൻ നാഷണൽ വാട്ടർ മിഷൻ, ദെൻ നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ. ഈ 3 മിഷൻസ് ആണ് NAPCCയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്തുള്ള നാഷണൽ ഓസോൺ മിഷൻ എന്നുള്ള അങ്ങനെ ഒരു മിഷൻ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നാഷണൽ എയർ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷനും അതിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് NAPCCയുടെ ഭാഗമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുള്ളത്. അറിഞ്ഞിരിക്കുക, നാഷണൽ സോളാർ മിഷൻ, അതുപോലെ തന്നെ നാഷണൽ വാട്ടർ മിഷൻ, അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ എന്നുള്ള. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തേർഡ് വൺ ആണ് ഇതിൻ്റെ ആൻസർ.
സോ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. NAPCC എന്താണ് എന്നുള്ളത്, NAPCCയുടെ എത്ര മിഷൻസ് ഉണ്ട് എന്നുള്ളത്, ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മിഷൻസ് എന്നുള്ളത്, ഓരോ മിഷൻസിൻ്റെയും ഇമ്പോർട്ടൻ്റ് എന്താണ് എന്നുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്തൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.